കാസർഗോഡ് ബേവിഞ്ചയിൽ വീടിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ കുടുംബത്തിന് താൽക്കാലിക ആശ്വാസം. കളക്ടറുടെ അധ്യക്ഷതയിൽ ദേശീയപാത അതോറിറ്റിയും കുടുംബവുമായി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം തുടർ തീരുമാനമെടുക്കും. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വീട് പൊളിക്കാനായിരുന്നു തീരുമാനം. നഷ്ടപരിഹാരമോ ഒരു നോട്ടീസോ നൽകാതെയാണ് നിർമ്മാണ കമ്പനി വീട് പൊളിക്കാൻ എത്തിയതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. 3 മണിക്കൂർ നേരമാണ് വീടിന് മുകളിൽ ഗ്യാസ് സിലിണ്ടറും പെട്രോളും എടുത്തുവെച്ച് കുടുംബനാഥൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പ്രതിഷേധം കടുത്തതോടെ വിഷയത്തിൽ എന്നെ നെല്ലിക്കുന്ന MLA ഇടപെട്ടു. തൽക്കാലം ഒരായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വീട് പൊളിക്കുന്നില്ല, മതിൽ മാത്രമാണ് പൊളിക്കുന്നത് എന്ന ന്യായീകരണമാണ് NHയുടെ ഭാഗത്തുള്ളത്. കലക്ടറുടെ സാന്നിധ്യത്തിൽ SP-യും അതുപോലെ തന്നെ NHയുടെ അധികൃതരും യോഗം ചേർന്ന് ഈ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനമെടുക്കും. നഷ്ടപരിഹാരം നൽകിയാൽ വീടൊഴിയാൻ തയ്യാറാണെന്നും നാളെ നടക്കുന്ന യോഗത്തിൽ അനുകൂല തീരുമാനമായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നും കുടുംബം പറയുന്നു. ഇനി നാളെ കൂടുന്ന മീറ്റിംഗിൽ ഞങ്ങൾക്ക് ഇത് പൈസ തരുവാണെങ്കിൽ വിട്ടുവീഴ്ച, ഇല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ല. ഇതിൽ 6 മാസം മുൻപ് ഗേറ്റ് പൊളിച്ചപ്പോൾ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയിരുന്നു. കോടതി ഉത്തരവ് പാലിക്കാതെയാണ് വീട് പൊളിക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചതെന്നും കുടുംബം വ്യക്തമാക്കി. റിപ്പോർട്ടർ, കാസർഗോഡ്.